الله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 8ാമത്തെ സൂറയായ അൽ അംഫാലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അംഫാലിലെ 52 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് 53 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ്. അതിൽ പലരുടെയും പലതരം നിലപാടുകൾ. മക്കയിൽ നിന്ന് അഹങ്കാരപൂർവം വേഷഭൂഷാദികളോടെ സർവായുധ സജ്ജമായിട്ട് പുറപ്പെട്ടതാണ്. പക്ഷെ അവര് തോറ്റുപോയി. അവരെ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ തന്നെ ജയിക്കുള്ളൂ. പിന്നെ പറഞ്ഞില്ലേ, 48 പിശാച് അവർക്ക് അവരുടെ പ്രവൃത്തികൾ അലങ്കൃതമായിട്ട് കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ മാത്രമേ ജയിക്കുള്ളൂ എന്ന് തോന്നിപ്പിച്ചു. ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്ത് പേടിക്കാനാന്ന്. ആരാ പറയുന്നത്? പിശാചാണ് പറയുന്നത്. പക്ഷെ ഇരു സംഘങ്ങൾ മുഖാമുഖം വന്നു നിന്നപ്പോ മൂപ്പര് മുങ്ങി. നക്കസ അലാ അഖിബൈ. എന്നിട്ടൊരു വയലും പറഞ്ഞു. എന്താ പിശാചിന്റെ വയല്? ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുന്നവനാണ്. ഇന്നി അറാ മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാ, എനിക്ക് പടച്ചോനെ പേടിയാണ്. ആരാ പറഞ്ഞത്? പിശാചാണ് അല്ലെ. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മലക്കുകള് അവിടെ ഇറങ്ങുന്നതൊക്കെ മൂപ്പര് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് മദീനയിലെ കപടന്മാരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു, ഗർറ ഹഉലാഇ ദീനുഹും, ഈ മുസ്ലിങ്ങളുടെ കാര്യം എന്തൊരു കഷ്ടാണ്. ഇവരുടെ ദീന് ഇവരെ പറ്റിച്ചു, ഇവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു. മക്കയിൽ നിന്ന് വരുന്ന ഖുറൈശി കൂട്ടത്തോടല്ലേ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇനി പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന രൂപത്തിലാണ് അവരുടെ വാദം. അപ്പൊ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്താല് അവർക്ക് പടച്ചോൻ മതി, അവൻ അജയ്യനാണ്, യുക്തിജ്ഞനാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഉണ്ടാവുക. നാളെ പരലോകത്തും ഇതേ പരാജയം അവരെ കാത്തിരിക്കുന്നുണ്ട്. മലക്കുകള് വന്ന് അവരെ മരിപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും,
മുഖത്തും പിറകിലൊക്കെ അവര് തല്ലും. എന്നിട്ട് ഇതാ കത്തിയാളുന്ന നരകശിക്ഷ ആസ്വദിച്ചോളൂ എന്ന് പറയും, അല്ലെ? ഇതൊക്കെ അവര് തന്നെ വരുത്തി വെച്ചതാണ് പിന്നെ പറഞ്ഞത്. ദാലിക ബിമാ ഖദ്ദമത് ഐദീക്കും, നിങ്ങളുടെ കൈകൾ വരുത്തി വെച്ചതാണ്. പടച്ചോന് വെറുതെ ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കണം, ശിക്ഷിക്കണം എന്നൊന്നുമില്ല. അവൻ സൃഷ്ടികളോട് ഏറെ കരുണയുള്ളവനാണ് അള്ളാഹു. നിങ്ങൾ ചരിത്രം ഓർക്കുന്നില്ലേ മക്കക്കാരെ? എന്താണ് ഫിർഔനും കൂട്ടർക്കും സംഭവിച്ചത്? കഫറു ബി ആയാത്തില്ല, പടച്ചോന്റെ ആയത്തുകളെ തള്ളി പറഞ്ഞപ്പോ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അതിനെ തുടർന്ന് ഒരു പ്രകൃതി നിയമം എന്ന നിലയിൽ അവരെ അള്ളാഹു താല പിടികൂടി. പടച്ചോൻ കരുത്തനാണ്. അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാല് അത് കഠിനമായിരിക്കും, അതിൽ രക്ഷപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇനി 53-ാമത്തെ ആയത്തില് അതൊന്നുകൂടി അള്ളാഹു നമ്മുടെ മുമ്പിൽ ഭദ്രമായിട്ട് ആ ആശയത്തെ അവതരിപ്പിക്കാൻ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് അമേരിക്കയും ഇസ്രയേലൊക്കെ ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എത്ര തന്നെ പന പോലെ വളർന്നാലും ഏതൊരാൾക്കും ഒരു ദിവസമുണ്ട്, അല്ലെ? തിരിച്ചറിവിൻ്റെതായ ദിവസം, പരാജയത്തിൻ്റെതായ ദിവസം, അവർക്കുമേൽ മറ്റുള്ളവർ വിജയം വരിക്കുന്നൊരു ദിവസം, അങ്ങനെ ഉണ്ടാവും. അല്ലാഹു വീണ്ടും പറയാണ്, ദാലിക്, ഇതെന്തുകൊണ്ടാണെന്നറിയാം? ബി അന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗം. ബി അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിലപാട് എന്താണ്? ലം യകു മുഗയ്യിറൻ, ലം യകു അവൻ ആയിട്ടില്ല, ലം യകുനില്ലദീന കഫറു ഒക്കെ നമ്മൾ പഠിച്ചാൻ. ലം ഇല്ല, യക്കു അവൻ ആയിട്ടില്ല. യക്കുൻ എന്ന് തന്നെയാണ്, ആ നൂനവിടെ കളയപ്പെട്ടതാണ്. ആശയത്തിൽ മാറ്റമൊന്നുമില്ല. മുഗയ്യിറൻ മാറ്റുന്നവൻ അല്ല. നിഅമതൻ ഒരു അനുഗ്രഹത്തെ, അൻഅമഹ അത് അവൻ അനുഗ്രഹിച്ച് നൽകിയതാണ്. അല്ലാഹു തആല ഒരാൾക്ക്, ഒരു കൂട്ടർക്ക് അനുഗ്രഹിച്ചു നൽകിയ അനുഗ്രഹത്തെ അവനായിട്ട് മാറ്റുകയില്ല. അലാ ഖൗമിൻ, ഒരു ജനതയ്ക്കുമേൽ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ അനുഗ്രഹത്തെ അള്ളാഹു ആയിട്ട് മുഗയ്യിറല്ല, അവൻ എടുത്തു മാറ്റുന്നവനല്ല. ഹത്ത യുഗയ്യിറു, അവർ സ്വയം മാറ്റുന്നത് വരെ. അവിടെയാണ് പോയിന്റ്. എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഞാൻ തന്നെയാണ് പലപ്പോഴും വേണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ അള്ളാഹു പിൻവലിക്കും, അല്ലേ? പ്രത്യേകിച്ച് ധാർമ്മികമായ കാര്യത്തിൽ അത് സംഭവിക്കും. ഭൗതിക കാര്യത്തിൽ അത് സംഭവിക്കും. അല്ലാഹു തആല ഒരാൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്തു, അത് വേണ്ട വിധം പരിപാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പടച്ചോൻ അത് എടുത്തു മാറ്റും. നീ തന്നെയല്ലേ അങ്ങനെ ചെയ്തത്, നീ വേണ്ടാന്ന് വെച്ചപ്പോ പടച്ചോൻ എടുത്തു മാറ്റി, അല്ലേ? നീ ധൂർത്തടിച്ച് അനാവശ്യമായിട്ട് വേണ്ടാത്തതിനൊക്കെ ചെലവഴിച്ച് അങ്ങനെയൊക്കെയല്ലേ തീർന്നു പോയത്. നീ വാപ്പയുടെ ബിസിനസ് നന്നായിട്ട് നോക്കി നടത്തിയിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂല്ലേ? അത് തന്നെയാണ്. അപ്പൊ അള്ളാഹു ആയിട്ട് നിഅമത്തുകൾ എടുത്തു മാറ്റൂല. ഇത് തന്നെയാണ് സാൻമാർഗിക വിഷയത്തിന് സംഭവിക്കുക. ഒരാള് ദുഷിക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നില്ലേ, ഫോണില് അൽഗോരിതം എന്നാണ് അതിന് പറയാം. ഫോൺ ഓഫ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചാൽ വരെ പിന്നെ ഫോൺ ഓൺ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇങ്ങ് വരും. നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചു, എന്നിട്ട് ഫോൺ ഓൺ ചെയ്ത് നോക്കിയ ഒരു കാറാണ്. പിന്നെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്ക്രീനിൽ തെളിയുന്ന ഒരു കാറായിരിക്കും, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയെടുത്താല് പിന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് അൽഗോരിതം എന്നാണ് അത്ര പറയാം. എന്ന് പറഞ്ഞ പോലെയാണ്, ഒരാള് നന്നാവാൻ ആഗ്രഹിച്ച അവസരങ്ങൾ ഇങ്ങനെ വരും, ചീത്തയാവാൻ ആഗ്രഹിച്ചാലോ അതിന്റെ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. അപ്പൊ അള്ളാഹു ആയിട്ട് ഒരാളുടെ ഒരു അനുഗ്രഹത്തെയും എടുത്തു കളയുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം അത് എടുത്തു കളയുന്നത് വരെ എന്നാണ് ഇവിടെ പറഞ്ഞത്.
വഅന്ന അല്ലാഹ സമീഉൻ അലീം. എന്താ പഠിച്ചവനെ പറ്റി കരുതിയത്? നമ്മുടെ ഫോണിലെ അൽഗോരിതത്തെക്കാളും നമ്മുടെ അകത്ത് നിന്നാണ് അള്ളാഹു നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മനസ്സിലൊന്നും പുറത്തൊന്നും കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നന്നാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അകവും പുറവും ഒരുപോലെ ആവണം. ചീത്തയാവാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് അതിന്റെ അടിസ്ഥാന സംഗതി. അപ്പൊ ഒരു സമൂഹം നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, വിശ്വാസികളുണ്ട്, അല്ലെ? അവരെ ഒരർത്ഥത്തിൽ അവരവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ ഹിജ്റ സംഭവിച്ചു. ഇപ്പൊ മദീനയിലെത്തിയിട്ട് അവിടെ ഒരു നന്മ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും പാര വെക്കാൻ പിന്നാലെ വരികയാണ്. ഇത് അവരുടെ നാശത്തിനല്ലാതെ മറ്റെന്തിനാണ്? അതാണ് ബദറിൽ സംഭവിച്ചതെന്ന് പറയുന്നത്. സൂറത്തുർ റഅദിൽ 11-ാമത്തെ ആയത്തും ഇതേ ആശയാണ്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യുഗയ്യിറു, അവൻ മാറ്റുകയില്ല, മാ ബി ഖൗമിൻ, ഒരു ജനതയെയും, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറാൻ സന്നദ്ധമാകുന്നതുവരെ. ഈ വാചകമാണ് പാർലമെന്റ് ഹൗസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴതുണ്ടോന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അതിനാൽ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി, എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ ഞാനായിട്ട് രൂപപ്പെടുത്തിയത് തന്നെയല്ലേ എന്ന്. അതിൽ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വർഷിക്കും, പക്ഷേ നമ്മുടെ ഒരു നിലപാടുണ്ടാവും അതിലൊക്കെ പ്രധാനമായിട്ടല്ലേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ചയും താഴ്ചയും ഉയർച്ചയും ഇടർച്ചയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു വീണ്ടും ഫിറൗനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് 44-ല്. കദഅബി ആലി ഫിറഔൻ. ദഅബ് എന്തായിരുന്നു? സമ്പ്രദായം, അവസ്ഥ എന്നൊക്കെയാണ്. കദഅബി ആലി ഫിറഔന, ഫിറഔൻ കൂട്ടരുടെ അവസ്ഥ പോലെ, അവരുടെ പരിണതി, അവർക്ക് സംഭവിച്ചതുപോലെ, വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്കും സംഭവിച്ചതുപോലെ. എന്താ അവർക്ക് പറ്റിയത്? കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം, അവര് അവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ, സൂക്തങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞു. ഫഅഹ്ലക്നാഹും, അപ്പൊ നാം അവരെ നശിപ്പിച്ചു. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തം. ദംബ്, പാപം. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തം നാം അവരെ നശിപ്പിച്ചു. കണ്ടോ? അവർ സ്വയം ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അള്ളാഹു അങ്ങനെ ആക്കി എന്ന് പറഞ്ഞത്. അഗ്റഖ്നാ ആല ഫിർഔൻ, ആ സർവായുധ സജ്ജമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപരായ ഫിർഔനിനെയും കൂട്ടരെയും. ആല് എന്ന് പറഞ്ഞാല് എന്താണ്? കുടുംബം എന്നുണ്ട്. അതുപോലെ ആ ഭരണകൂടത്തോട് ചേർന്ന് നിന്ന ആൾക്കൂട്ടം ഉണ്ടാവില്ലേ? അവിടുത്തെ മന്ത്രിസഭ ഉണ്ടാവും, രാജ്യസഭയുണ്ടാകും, അതിലെ പരിചാരകരും, അങ്ങനെ തുടങ്ങിയിട്ട് അവിടുത്തെ വ്യത്യസ്ത സൈനിക മേധാവികൾ എല്ലാവരും ഉണ്ടാവും, അല്ലെ? ഇവിടെ ആല് എന്ന് പറയുമ്പോൾ അതാണ്. അഗ്റഖ്നാ ആല ഫിർഔൻ, അങ്ങനെ ആ ഫിർഔനിനെയും കൂട്ടരെയും നാം മുക്കിക്കളഞ്ഞു എന്നാ പറഞ്ഞത്. എത്ര നിസ്സാരമായിട്ടാണ്! മുങ്ങൽ അറിയാത്ത ഒരാൾ മുങ്ങിപ്പോകും പോലെ. വൻ സൈന്യമൊക്കെ ഉണ്ട് കൂടെ, അല്ലെ? മുങ്ങൽ വിദഗ്ധരും മുങ്ങിക്കപ്പലും ഒക്കെ ഉണ്ടാവൂലേ? എല്ലാം ഉണ്ട്. പക്ഷേ നിസ്സാരനായിട്ടങ്ങ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. വകുല്ലും കാനു ളാലിമീൻ, അവരൊക്കെയും അക്രമികളായിരുന്നു എന്ന് അല്ലാഹു ചേർത്ത് പറയാണ്. ളാലിം, അധർമ്മിയാണ്, അക്രമിയാണ്, ധിക്കാരിയാണ്. അപ്പൊ അത് പ്രകൃതി നിയമമാണ് എന്നാ പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന, നിലനിൽക്കുന്ന ഏകാധിപതികളുടെ ഒക്കെ അന്ത്യം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം പറയാണ്. ഇങ്ങനെ മനുഷ്യൻ ഇത്രയൊക്കെ അധപ്പതിക്കോ? അള്ളാഹു ആദരിച്ച പടപ്പല്ലേ? അള്ളാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്ത സൃഷ്ടികളല്ലേ, അല്ലേ? അള്ളാഹുവിന്റെ ഖലീഫയാക്കിയിട്ട് ഭൂമിയിലേക്ക് അയച്ചതല്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെ മനുഷ്യൻ? അതിന് അള്ളാഹു ഒരു കാരണം പറയാം. നന്നായിട്ട്
ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ്. ഇന്ന ശർറദ്ദവാബ്ബി ഇൻദല്ലാഹില്ലദീന കഫറൂ ഇൻദല്ലാഹില്ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. വളരെ ലളിതമായ ഒരു സത്യമാണ്. ഇന്ന നിശ്ചയം, ശർറദ്ദവാബ്, ഷർറ് മോശം, നീചരായ നികൃഷ്ടരായ വിഭാഗം, അദ്ദവാബ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ജീവികളില് ഏറ്റവും നികൃഷ്ടം എന്നാണ്. ദബ്ബ ഇഴഞ്ഞു എന്നാണ് അല്ലെ. ഭൂമിക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ജീവികളിലെ പാമ്പ്, പിന്നെ പല്ലി, അരണ, പിന്നെ പുഴുക്കള്, തേരട്ട അല്ലെ, ഇങ്ങനെ പല ജീവികളും. അപ്പൊ ദബ്ബ എന്ന് പറഞ്ഞാൽ അതാണ്. ദാബത്തുൽ അർദ് എന്ന പ്രയോഗമുണ്ട് അല്ലെ. സുലൈമാൻ അലി ഇസ്ലാമിന്റെ വടി തിന്നു കളഞ്ഞത് ആരായിരുന്നു? ദാബത്തുൽ അർദാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ചിതലാണ്. ചിതലായിരുന്നു തിന്നത്. അത് ഭൂമിയിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതാണ്. വേറൊരു ദാബത്തുൽ അർദ് ഖിയാമത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ദബ്ബ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജന്തുജാലങ്ങൾ എന്നാണ്. ഭൂമിയിൽ സഞ്ചരിക്കുന്ന ജന്തുജാലങ്ങൾ. അപ്പൊ നമ്മളും അതിൽ പെടും. ഇഴഞ്ഞിട്ടല്ലെങ്കിലും കാല് നിലത്ത് വെച്ചിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സകല ജന്തുജാലങ്ങളും എന്നാണ്. ഇന്ന ശർറദ്ദവാബ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവര് അള്ളാഹുവിന്റെ അടുക്കൽ ആരെന്നറിയോ? അല്ലദീന കഫറു, സത്യത്തെ തള്ളി പറഞ്ഞവരാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അവരാണെങ്കിലോ വിശ്വസിക്കുന്നുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതോട് ചേർത്ത് പറയുന്നു. സത്യത്തെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ഫഹും ലാ യുഅ്മിനൂൻ എന്നാണ്. സാധാരണ വാവാണ് ഉണ്ടാകുക അല്ലെ. അപ്പൊ തള്ളിപ്പറയുന്നതിന്റെ മറുവശമല്ലേ അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല, ഫായാണ്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലേ, മനം മാറ്റം ഉണ്ടാവില്ലേ മനുഷ്യന്. അങ്ങനെ മക്കയിൽ എത്ര ആൾക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും, സ്വന്തം ജീവിതത്തിൽ തന്നെ ഗുരുതരമായ പരീക്ഷണങ്ങൾ ഉണ്ടായാലും, മാറി ചിന്തിക്കാൻ എത്രയോ അവസരങ്ങൾ ലഭിച്ചാലും ഫഹും ലാ യുഅ്മിനൂൻ, എന്നിട്ടും പിന്നീട് ഒരിക്കലും ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുന്നില്ല. അത് വല്ലാത്തൊരു പ്രയോഗമാണ് അല്ലെ. എപ്പോഴോ ഒരിക്കലും അവിശ്വസിച്ചു പോയതല്ല, അവസരങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന ഉദ്ദേശം. നേരത്തെ ഇതേ സൂറയിൽ 22 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന ശർറദ്ദവാബി, നിശ്ചയം സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടത് അള്ളാഹുവിന്റെ അടുക്കല് അസുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ. അസുമ്മുൽ ബുക്കും എന്നാണ്. ആരാ അവര്? സുമ്മ് ബധിരനാണ്, ചെവി കേൾക്കാത്ത ആള്. ബുക്കുമ് ഊമയാണ്. അല്ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിച്ച് കാര്യം ഗ്രഹിക്കാത്ത, ചെവിട് പൊട്ടനും അതുപോലെ സംസാരശേഷി ഇല്ലാത്തവനും ഒക്കെ ആയ ആള്. അവിടെ ഉദ്ദേശിക്കുന്ന പ്രകൃതിപരമായിട്ട് അവർക്ക് കാത് കേൾക്കൂല, സംസാരിക്കാൻ പറ്റില്ല എന്നല്ല. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ തിരിച്ചറിവോടെ കേൾക്കാൻ അവർ സന്നദ്ധമല്ല. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് മൃഗത്തെക്കാൾ അധപ്പതിച്ചവരാണ്. മൃഗം അധപ്പതിച്ചു എന്ന് പറയാൻ പറ്റുമോ? മൃഗത്തിന്റെ പ്രകൃതി അത് തന്നെയല്ലേ. ഖുർആൻ പക്ഷെ അങ്ങനെ ചില ഉപമകൾ പറയുന്നുണ്ട്. ഉലായിക്കൽ അൻആമി ബൽഹും അദൽ, അവര് മൃഗങ്ങളെ പോലെയാണ്, കന്നുകാലികളെ പോലെയാണ്, അല്ല അതിലും വഴിതെറ്റിയവരാണ്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ ഗഫലത്തുള്ള, അശ്രദ്ധയുള്ള ആൾക്കാരാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ശൈലിയിൽ പലയിടത്തും വരുന്നുണ്ട് അല്ലെ. അൽ ബഖറയില് പണ്ട് നമ്മൾ പഠിച്ചില്ലേ, സത്യനിഷേധികളുടെ ഉപമ. അല്ലദീ യൻഇഖു മാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വ നിദാഅ എന്നാ പറഞ്ഞത്. ഒരു ഇടയൻ കാലികളോട് ഒച്ച വെക്കും പോലെയാണ്. കാലികളോട് നടക്ക് പശുവെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതും ഹൈ ഹൈ എന്ന് പറയലൊക്കെ ഒരുപോലെയാണ്. എന്തോ ഒരു ഒച്ച കേൾക്കുന്നു,
അപ്പോ എൻ്റെ പിന്നാലെ ആളുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ഇപ്പൊ തല്ല് പുറത്ത് വീഴും, അപ്പൊ അതുകൊണ്ട് ഇത് ഓടും, അല്ലെ? എന്തോ ഒരു ഒച്ച കേട്ടിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ തിരിച്ചറിവില്ലാതെ ബഹളങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവരായിട്ട് ഇവർ മാറിപ്പോവും. ഇത് വെറുതെ പറയല്ല, അല്ലാഹു തആല അടുത്ത ആയത്തിൽ അത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون. الذين ഒരു കൂട്ടരാണ് ഇവര്. ആഹദ യുആഹിദു കരാറിൽ ഏർപ്പെട്ടു, അല്ലെ? അഹദ് കരാർ, ആഹദ എന്ന് പറയുമ്പോൾ പരസ്പരം കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ തന്നെയല്ലേ കരാർ ഉണ്ടാകാം. ആഹത്ത താങ്കളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ആഹത്ത മിൻഹും, നിന്നോട് കരാറിൽ ഏർപ്പെട്ടവർ, ആ കൂട്ടരിൽ നിന്ന് നിന്നോട് കരാറിൽ ഏർപ്പെട്ടവരുണ്ടല്ലോ, അവർ പിന്നെന്താ ചെയ്യുന്നത്? സുമ്മ യൻഖുദൂന അഹ്ദഹും, നഖദ യൻഖുദു അഴിച്ചു കളഞ്ഞു, ലംഘിച്ചു. യൻഖുദൂൻ അവര് ലംഘിക്കുന്നു, അഹ്ദഹും അവരുടെ കരാറിനെ ലംഘിക്കാൻ. എത്ര തവണ ലംഘിക്കും? ഫി കുല്ലി മർറ, ഫി കുല്ല് സകല, മർറ അവസരവും, ഓരോ വട്ടവും, ഓരോ സന്ദർഭത്തിലും ലംഘിച്ചുകൊണ്ടിരിക്കും. കരാറിൽ ഏർപ്പെടാൻ ലംഘിക്കാം. വഹും ലാ യത്തഖൂൻ, അവർ യാതൊരു വിധത്തിലും സൂക്ഷ്മത പാലിക്കാത്ത, ദൈവഭയമില്ലാത്ത, യാതൊരു ധാർമ്മിക ബോധവും പാലിക്കാത്ത ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോൾ ട്രംപിന് ഓർമ്മ വരുന്നുണ്ടാവും? ഉണ്ടാവും. കാരണം എത്ര തവണയാണ് ഹമാസുമായിട്ട്, ആ കൊച്ചു സംഘവുമായിട്ട് എത്ര തവണയാണ് നെതന്യാഹുവും ട്രംപും കരാറിൽ ഏർപ്പെട്ടത്. എന്നിട്ട് പാതിരാത്രിക്ക് പിന്നെയും ബോംബിടാണ്, അല്ലെ? ഇതിനാണ് ഇറാനിൽ സംഭവിക്കുന്നത്. എന്തിനാ ഒരു കരാറിൽ ഏർപ്പെടുന്ന? വെടിനിർത്തൽ കരാറ്, കുറച്ചുകൂടി ആയുധങ്ങളൊക്കെ റെഡിയാക്കി യുദ്ധതന്ത്രം മാറ്റി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നില്ല, അല്ലെ? ഖുർആൻ ഈ കാലത്തിറങ്ങിയതുപോലെയാണ്. അല്ലദീന ആഹദ്ത മിൻഹും സുമ്മ യൻഖുദൂന അഹ്ദഹും, കരാറിൽ ഏർപ്പെടുന്നു, കരാർ ലംഘിക്കുന്നു. ഫി കുല്ലി മർറ, സകല അവസരങ്ങൾ, കിട്ടുന്ന ഏത് ചാൻസ് ഉപയോഗിക്കും. വഹും ലാ യത്തഖൂൻ, വാക്കിന് വിലയില്ലാത്ത. പിന്നെ മനുഷ്യനാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ എന്താണ്? നിലപാടാണ്, അല്ലെ? നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറയുന്നില്ല ചിലരെ പറ്റിയിട്ട്. പക്ഷെ നിലപാട് ഉണ്ടാവണം, ഉണ്ടെങ്കിൽ രാജകുമാരനാവുള്ളൂ. അതിന്റെ അടുത്ത ആയത്തിൽ അല്ലാഹു തആല അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെ അള്ളാഹു സംസാരിക്കുന്ന ആരോടാണ്? ഒരു രാഷ്ട്രത്തലവനോടാണ്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടത്തോടുള്ള കരാറ് ലംഘിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടാവും. നമ്മോട് വ്യക്തിപരമായിട്ട് ലംഘിക്കും പോലെയല്ല. അപ്പൊ അള്ളാഹു പറയാണ്, وَإِمَّا تَثْقَفَنَّهُمْ فِي الْحَرْبِ فَشَرِّدْ بِهِمْ مَنْ خَلْفَهُمْ لَعَلَّهُمْ يَذَّكَّرُونَ. وَإِمَّا تَثْقَفَنَّهُمْ, എന്തായിരുന്നു? സഖിഫ യസ്ഖഫു, കണ്ടുമുട്ടി എന്നാണ്, അല്ലെ? വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കാണുന്നയിടത്ത് വെച്ച് വധിക്കുക. നമ്മൾ പഠിച്ചില്ലേ? എന്താ ഉദ്ദേശം? യുദ്ധക്കളത്തിലാണ്, അല്ലാതെ നാട്ടിലെവിടെയോ ഒരാള് കടയിൽ നിന്ന് സാധനമായി പോകുമ്പോൾ ഇവൻ മറ്റവനാണല്ലോ എന്ന് പറഞ്ഞ് വധിക്കാൻ പറഞ്ഞല്ല. അങ്ങനെ ചിലർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അപ്പൊ അതേ സഖിഫയാണിത്. തസ്ഖഫന്ന, സഖിഫ യസ്ഖഫു, തസ്ഖഫു, തസ്ഖഫന്ന എന്നാണ്. അപ്പൊ തസ്ഖഫു എന്ന് പറയുമ്പോൾ നീ കണ്ടുമുട്ടുന്നു, തസ്ഖഫന്ന നിശ്ചയം നീ കണ്ടുമുട്ടിയാൽ, അവരെ, ഇമ്മ തസ്ഖഫന്നഹും, ഇമ്മ എങ്കിൽ,
ഫഇമ്മാ തസ്ഖഫന്നഹും, നീ അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഫിൽ ഹർബ്, എവിടെ? യുദ്ധത്തില്, യുദ്ധക്കളത്തിൽ, യുദ്ധ സാഹചര്യത്തില് അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഫശരിദ്, എന്ത് ചെയ്യണം? ശർറദ യുശരിദു, വിരട്ടി ഓടിക്കണം. അവര് വിരണ്ടോടുന്ന വിധത്തിൽ അവരെ ശിക്ഷിക്കണം എന്നാണ്. അപ്പൊ യുദ്ധത്തിൽ ശരിക്കും ആക്രമണം നടത്തണം, അപ്പൊ അവർ ഓടിക്കോളും എന്നാ പറയുന്നത്. ഫശരിദ് ബിഹിം, അവരെ വിരട്ടി ഓടിക്കണം. അവരെ മാത്രമല്ല, മൻ ഖൽഫഹും, അവർക്ക് പിന്നാലെ വരുന്നവരെയും ഓടിക്കണം. ഒരു സൈന്യം ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ മുമ്പിലുള്ളവരുമായിട്ടാണല്ലോ ആദ്യം ഏറ്റുമുട്ടൽ നടക്കുക. അപ്പൊ അവര് മരിച്ചുപോയി, അല്ലെങ്കിൽ അവര് പിന്മാറിക്കളഞ്ഞു എന്നിരിക്കട്ടെ, ഓടി രക്ഷപ്പെടാൻ. അപ്പൊ പിറകുന്ന അടുത്ത ബറ്റാലിയൻ രംഗത്ത് വരും. അങ്ങനെ ആരും രംഗത്ത് വരാത്ത വിധം സകലയും വിരട്ടി ഓടിക്കണം എന്നാ പറഞ്ഞത്. ലഅല്ലഹും യദ്ദക്കറൂൻ, അവരോർക്കട്ടെ, പാഠം പഠിക്കട്ടെ, നന്നാവട്ടെ. ഈ സാഹചര്യം ഓർക്കുന്നുണ്ടല്ലോ. ഭരണാധികാരിയായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മദീന എന്ന രാഷ്ട്രത്തിന്റെ അധിപനോട് ആണ് സംസാരിക്കുന്നത്. നിങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടാൽ, ആ കരാറിൽ ഏർപ്പെട്ട സംഘം കരാർ ലംഘിക്കുക എന്നത് അവരുടെ തൊഴിലാക്കി മാറ്റിയാൽ പിന്നെ എന്ത് ചെയ്യണം? അവരെ കണ്ടം വഴി ഓടിക്കണം എന്ന് പറയും, അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഒരു പ്രയോഗമാണത്, കണ്ടം വഴി ഓടുക. അപ്പൊ അമ്മാതിരി അവരെ ഓടിച്ചിട്ട് അവരെ ഓടിയ വഴിയിൽ പുല്ലുമുളക്കാത്ത വിധത്തിൽ ഓടിക്കണം എന്നൊക്കെ പറയില്ലേ? അതാണ് ഫശരിദ് ബിഹിം മൻ ഖൽഫഹും, അവരെയും അവരുടെ പിന്നാലെ വരുന്നവരെയും ഓടിക്കണം. അഥവാ യുദ്ധത്തിൽ പരാജയപ്പെടുത്തണം, അവരെ ശിക്ഷിക്കും വിധത്തിൽ അവരോട് പ്രതികാരം ചെയ്യണം. കാരണം കരാർ ലംഘനം ചെറിയ കാര്യമല്ല. കരാർ ലംഘനങ്ങളാണ് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നത്, അല്ലെ? ഗുരുതരമായ ലോകയുദ്ധങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് വഞ്ചനയും കരാർ ലംഘനങ്ങളുമായിരിക്കും. ലഅല്ലഹും യദ്ദക്കറൂൻ, അങ്ങനെയെങ്കിലും ഒരു പാഠം പഠിക്കുമെന്ന് നോക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ഒരു ഭരണകൂടത്തിന്റെ നിലപാട് എന്തായിരിക്കണം എന്ന് വെളിപ്പെടുത്തേണ്ട. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلَى سَوَاءٍ إِنَّ اللَّهَ لَا يُحِبُّ الْخَائِنِينَ. وَإِمَّا, എങ്കിൽ, തഖാഫന്ന, നീ ഭയപ്പെടുന്നുവെങ്കിൽ, ഖാഫ യഖാഫു, അവിടെയൊക്കെ നൂന് ചേർത്തിട്ടുണ്ട്. അത് യഥാർത്ഥ ഭയമാകണം, അല്ലെ? നിശ്ചയം നീ ഭയപ്പെടുന്നുവെങ്കിൽ, മിൻ ഖൗമിൻ, ഒരു ജനത്തിൽ നിന്ന്, ഉടമ്പടിയിൽ ഏർപ്പെട്ട, കരാറിൽ ഏർപ്പെട്ട ഒരു സംഘത്തിൽ നിന്ന് നീ ഭയപ്പെടുന്നു. എന്താ ഭയം? ഖിയാന, ചതി. ഖാന യഖൂനു, ചതിച്ചു. അപ്പൊ അവര് ചതിക്കും എന്ന് ഭയപ്പെടാണ്. അവരുടെ നീക്കങ്ങൾ ശരിയല്ലല്ലോ, കരാറിൽ ഏർപ്പെട്ടതുപോലെയല്ല ഇപ്പൊ കാണുന്നത്, അവര് നമ്മെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. കരാറ് ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വന്നാല് ഫംബിദ് ഇലൈഹിം, നബദ യംബദു, എന്തായിരുന്നു? എറിയുക എന്നാണ്, അല്ലെ? കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്തമ, സൂറത്തുൽ ഹുമസയിൽ നമ്മൾ പഠിച്ചല്ലേ? സാമ്പത്തിക കുറ്റവാളികൾ ഹുത്തമ എന്ന നഗരത്തിലെ നരകത്തിൽ എടുത്തെറിയപ്പെടും എന്ന് പഠിച്ചത്. അപ്പൊ നബദ എന്ന് പറഞ്ഞാൽ അതാണ്, വലിച്ചെറിയലാണ്. അപ്പൊ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് നബദ എമ്പതു ഒക്കെ ഉണ്ട്, എമ്പതു. ഫ അംബിദ്, അമ്പതയുംബിദുമാണിത്, അമ്പതയുംബിദു, അംബിദ്, നീ എറിയുക, ഇലൈഹിം, അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അവരെ എടുത്തെറിയാനല്ല, അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക. എന്തെറിയേണ്ടത്? അവര് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന കരാറില്ലേ, ആ കരാറിന്റെ പേപ്പർ ഉണ്ടാവൂലേ? അങ്ങനെ ആയിരിക്കണം കരാറിൽ ഏർപ്പെടുമ്പോൾ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തണം. കരാറിൽ ഏർപ്പെടുന്നവര് സൈൻ ചെയ്യണം, സാക്ഷികൾ സൈൻ ചെയ്യണം, അല്ലേ?
അതാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ തെളിവ് എന്താണോ അത് ഫംബിദ് ഇലൈഹിം, അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അവരുമായുള്ള കരാറ് ദുർബലപ്പെടുത്തൂ എന്നർത്ഥം. എങ്ങനെ അറിയണം? അല സവാ, തുല്യതയിന്മേൽ എന്നാണ്. എന്ന് പറഞ്ഞാല് എന്താ പറയാ, തുല്യ നാണയത്തിൽ തിരിച്ചടിക്കുക എന്ന് പറയില്ലേ, അതാണ് ശരിക്കും അതിന്റെ ആശയം. ഇങ്ങോട്ട് എങ്ങനെയാണോ അവർ പെരുമാറുന്നത് അതേപോലെ തിരിച്ചങ്ങോട്ടും പെരുമാറാന്നുള്ളതാണ്. അപ്പൊ അവര് കരാറിൽ ഏർപ്പെട്ടു, കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവര് ആ പേപ്പർ നമ്മുടെ മുഖത്തേക്ക് എറിയാണല്ലോ. അതാണല്ലോ, പേപ്പർ എറിഞ്ഞില്ലെങ്കിലും അവര് വഞ്ചന കാണിക്കുന്നു, അവര് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്ന് വരുമ്പോൾ ആ കരാറ് നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ പോലെയാണ്. അങ്ങനെ പറയില്ലേ, അവന്റെ വാക്ക് കേട്ടപ്പോ എന്റെ മുഖത്തടിച്ച പോലെ ആയിപ്പോയി എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങോട്ട് അങ്ങനെ പെരുമാറിയാൽ തിരിച്ചങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുക, കരാർ ലംഘിച്ചോളൂ. പിന്നെ എന്ത് കരാറാണ് എന്നതാണ്. അതാണ് സവാ, തുല്യ നാണയത്തിൽ തിരിച്ചടിക്കാൻ പറയാണ്. ഫംബിദ് ഇലൈഹിം അല സവാഇൻ എന്ന് അല്ലാഹു തആല. അപ്പോ അവര് അറിയും മട്ടിൽ പരസ്യമായി തന്നെ നേർക്കുനേർ എന്നും ആകാം. സവാഇൻ അങ്ങനെ അർത്ഥമുണ്ടല്ലോ, സവാ ഇസ് സബീൽ, നേർക്കുനേർ, മുഖാമുഖം നിന്നുകൊണ്ട് തന്നെ. ഒളിച്ചു കളിക്കൊന്നും വേണ്ട, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇനി ഒരു ഇടപാടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താണോ തീർക്കേണ്ടത് ആ രൂപത്തിൽ അത് അവസാനിപ്പിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അൽ ഖായിനീൻ, വഞ്ചകന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ചായ ഇഷ്ടമല്ല എന്ന് പറയുന്ന മാതിരി ഉണ്ടല്ലോ, ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സംഗതിയല്ല അല്ലെ. അള്ളാഹു അവരെ വെറുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അനുഗ്രഹവും പ്രീതിയും എല്ലാം അവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അള്ളാഹു അവരെ ശപിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, വഞ്ചകന്മാരെ, ചതിയന്മാരെ അള്ളാഹു സ്നേഹിക്കുന്നില്ല, അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവരകന്നു പോയി എന്നതാണ്. തുടർന്ന് അള്ളാഹു അവരോടൊരു കാര്യം പറയാണ്. ഈ സത്യനിഷേധികള് ഇങ്ങനെ പലതും ചെയ്യുമ്പോൾ അവര് കരുതും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ട്രംപും നെതന്യാഹു ഒക്കെ അതല്ലേ ഇപ്പൊ കരുതുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അവർ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നുണ്ടാവും പലതും. കണ്ടോ, ഇപ്പോ ഇറാൻ മെല്ലെ മെല്ലെ നമുക്ക് കീഴ്പ്പെടാൻ പോകുന്നുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം. നീതി, സത്യം, ധർമ്മം എന്നൊക്കെ പറയുന്നത് അതൊരു പ്രകൃതി നിയമമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടാവില്ലേ. നീതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഏതോ നിലയ്ക്ക് നമുക്ക് തിരിച്ചടിയാവും. ഏറ്റവും ചെറിയൊരു കുറ്റബോധമെങ്കിലും മനസ്സിൽ ഇങ്ങനെ നിൽക്കും അല്ലെ. അയാളെ കാണുമ്പോൾ അയാളിൽ നിന്ന് മാറി നടക്കണം, അയാളെയാണല്ലോ ഞാൻ ചതിച്ചത്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് വരും. അതൊരിക്കലും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതോ നിലയിൽ അതിന്റെ തിരിച്ചടി വന്നുകൊണ്ടിരിക്കും. അല്ലാഹു അതാണ് അടുത്തായത് പറയുന്നത്. ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون. ولا يحسبن, حسب يحسب, വിചാരിക്കേണ്ടതില്ല, അല്ലദീന കഫറു, സത്യനിഷേധികൾ, സബഖു, എന്താണ്, അവര് മുൻകടന്നു പോയി, വിജയിച്ചു എന്ന് കരുതേണ്ടതില്ല. കണ്ടോ, ആ പാവങ്ങളെ നമ്മൾ എത്ര തന്ത്രപരമായിട്ടാണ് പറ്റിച്ചത്. ഇങ്ങനെയൊക്കെ തോന്നും. താൽക്കാലികമായിട്ട് ഭൗതികമായിട്ട് കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ തോൽപ്പിച്ചതായിട്ടൊക്കെ തോന്നും. ഇന്നഹും ലാ യുഅ്ജിസൂൻ, അള്ളാഹു പറയാണ് ഇല്ല, ഇന്നഹും, തീർച്ചയായും അവര്, ലാ യുഅ്ജിസൂൻ, അങ്ങനെ കഴിവില്ലാതെയാക്കാൻ, തോൽപ്പിക്കാനൊന്നും കഴിയുന്നവരല്ല. അജ്സ് എന്ന് പറഞ്ഞാൽ ദൗർബല്യം, കഴിവുകേട് എന്നാണ് അർത്ഥം വാക്കിന്റെ. അജൂസ് എന്ന് പറഞ്ഞാൽ വൃദ്ധ എന്നാണല്ലോ അർത്ഥം. ദുർബലമായ ശാരീരിക അവശത നേരിടുന്ന ആള് എന്നുള്ള അർത്ഥം ഉണ്ടാവും. അപ്പോ അതിൽ നിന്ന് പറയുമ്പോൾ അജിസ് എന്നത് ദൗർബല്യമാണ്, കഴിവില്ലാത്ത അവസ്ഥയാണ്. അതേസമയത്ത് മുഅ്ജിസത്തുണ്ട് അല്ലെ. മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊരാളെ ദുർബലനാക്കുക എന്നാണ് അവിടെ ആശയം.
അജസ യുജിസു, മറ്റൊരാളെ ദുർബലനാക്കി. അപ്പൊ മറ്റൊരാളെ ദുർബലപ്പെടുത്താനുള്ള ശേഷി ഉള്ള ആള് ആയിരിക്കും അവിടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ലാ യുജിസൂൻ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ ദുർബലപ്പെടുത്താൻ, അവരുടെ കഴിവ് ക്ഷയിപ്പിച്ച് കളയാൻ, തോൽപ്പിക്കുവാൻ ഒന്നും ഇവർക്ക് സാധ്യമല്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെ? സത്യ നിഷേധികൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല. താൽക്കാലികമായിട്ട് നമ്മൾ എത്ര ആളെ കൊലപ്പെടുത്തി? 10,000 പേരെ കൊലപ്പെടുത്തി. അല്ലെങ്കിൽ ഗസയിൽ 3,400,000 പേരെ നമ്മൾ കൊലപ്പെടുത്തി. വലിയ വിജയമാണ്, അല്ലെ? ആ ദുർബലരായ, കയ്യിലൊന്നും ഇല്ലാത്ത ആ സംഘത്തെ ഇല്ലാതെയാക്കിയിട്ട് അത് വിജയമായിട്ട് ആഘോഷിക്കുകയാണോ? അത് തന്നെ ഒരു പരാജയമല്ലേ? ഗസയിലെ യുദ്ധമൊക്കെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. യുദ്ധമായിട്ടല്ല, അത് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. ആ നിലയ്ക്കൊക്കെ അമേരിക്കയും ഇസ്രയേലും അവരുടെ പ്രതിച്ഛായ കളങ്കപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ അടുത്ത നമ്പർ കണ്ടെത്തിയതായിരുന്നു ഇറാൻ. അതും അതേ അവസ്ഥയിൽ തന്നെയാണ് പിന്നെ കലാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അങ്ങനെയൊന്നും വിജയിച്ചു മുന്നേറുവാൻ സാധ്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത് എന്ന് കാണാം. അപ്പൊ ഒരു ഭരണകൂടം അതിൻ്റെതായ തേജസ്സും അഭിമാനവും കരുത്തും തൻ്റെടൊക്കെ പ്രകടിപ്പിക്കണം, അല്ലെ? അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു അസീസാണ്, അള്ളാഹുവിൻ്റെ ദീന് ഇസ്സത്താണ്. അതുകൊണ്ട് തന്നെ ആ ദീനുമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ നിലപാടുകളിലും ഇസ്സത്ത് വേണം. ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന്, അങ്ങനെയുണ്ടല്ലോ, എല്ലാം യജമാനും പറയും പോലെ എന്നൊരവസ്ഥയില്ല. ഇപ്പൊ അറബ് ലോകത്ത് പൊതുവെ നമ്മൾ കാണുന്ന അതാണ്. പരസ്യമായിട്ട് ചിലർ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഇസ്രയേൽ പറയും പോലെ പോവുള്ളൂ. ആലോചിച്ച് നോക്ക്. അവരുടെ ഉമ്മത്ത് പലവിധത്ത് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ശത്രുക്കളുടെ അടിമകളായിട്ട് മാറിപ്പോവാൻ. ഇവിടെ അള്ളാഹു പറഞ്ഞുണ്ടല്ലേ, കരാറ് ലംഘിച്ചാല് ആ പേപ്പർ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കാനാ പറഞ്ഞു, അല്ലെ? അങ്ങനെയൊക്കെയാണ് സമൂഹങ്ങൾ ചരിത്രത്തിൽ ഇടം നേടുക. അല്ലാതെ ജീവിച്ചിട്ടെന്താ? നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അല്ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. ഈമാൻ കെട്ടുപോയ അവസ്ഥയിലാകുമ്പോ പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അല്ലെ? അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ജനകീയമായ, ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളിൽ ഒക്കെ നിരന്തരം ഇടപെടണം എന്ന് പറയുന്നത്. കാഴ്ചക്കാരായി മാറി നിൽക്കരുത്. പൗരത്വ പ്രക്ഷോഭത്തിലൊക്കെ ഓർക്കുന്നില്ലേ? അതുപോലെ ഇറങ്ങിക്കളിക്കേണ്ട സന്ദർഭങ്ങളിൽ രംഗത്ത് വരാൻ സാധിക്കണം. അതൊന്നും നിയമലംഘനമല്ല, അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നിലയിൽ രംഗത്തുണ്ടാവണം എന്നുകൂടിയാണ് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്നോ നടന്നൊരു ചരിത്രമാണ് ബദ്ർ, പക്ഷേ ഇന്നും പ്രസക്തമാണ് ഇതിലെ നിലപാടുകൾ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ്റെ കൽപ്പനകളെ യഥാവിധി അറിയാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇസ്സത്തോടുകൂടി ഖുവ്വത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പരീക്ഷണഘട്ടങ്ങളിൽ അടിയുറച്ച മനസ്സോടെ നിലകൊള്ളുവാൻ, നിലപാടുള്ളവരായി മാറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ഏറ്റവും നല്ല നിലപാടുകളിലേക്ക് സ്വയം കൂടുമാറാൻ അനുഗ്രഹിക്കണേ നാഥ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവർക്ക് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നൽകണേ നാഥ. കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഹലാലായ ഉപജീവന മാർഗം മാത്രം പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി തേടുകയും പരിശ്രമിക്കുകയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ
وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.